ഹായ്, കിഷ്കിന്ധാകാന്ഡം കണ്ടു. കിഷ്കിന്ധാകാന്ഡം എന്ന പേര് കിഷ്കിന്ധ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക രാമായണത്തിലെ വാനരന്മാരുടെ ആ കിഷ്കിന്ധ കാടാണ്. സുഗ്രീവൻ എന്ന വാനരൻ രാജാവായിരുന്ന കാട്, അതുതന്നെയാണ് നമുക്ക് ഓർമ്മ വരിക. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹനുമാൻ്റെ ശക്തി മറന്നുപോയതും, അതുപോലെ തന്നെ സുഗ്രീവൻ ബാലിയുടെ മരണം ഒളിപ്പിച്ചു വെച്ചതും, അത്തരത്തിലുള്ള കഥകളൊക്കെ രാമായണത്തിലുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനൊക്കെ ഈ സിനിമയിലും കടന്നു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ അതുമായിട്ട് കണക്ഷൻ എന്ന് പറയാം. എങ്കിലും കുറേ വാനരന്മാരുള്ളൊരു കാടിനെ ബേസ് ചെയ്തിട്ട് അതെങ്ങനെ ഒരു തീം ബേസ് ചെയ്തിട്ട് പറയുന്നതുകൊണ്ട് കിഷ്കിന്ധാകാന്ഡം എന്ന പേരും വരാം. എങ്കിലും ഇവിടെ അത്തരം കാടുകൾ, മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകൾ നിറഞ്ഞ കാടിനുള്ള ഒരു കുരങ്ങൻ മനസ്സിനെയാണ് അങ്ങനെ ഈ സിനിമയിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കുരങ്ങൻ മനസ്സുകളെക്കുറിച്ച് പല രീതിയിൽ പലയിടത്തും നമ്മളെ ബുദ്ധിസ്റ്റ് ആശയങ്ങളിൽ വൈസ് മങ്കീസൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ എന്തായാലും ഹെവി സ്പോയിലർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സിനിമ തിയേറ്ററിലോ അല്ലെങ്കിൽ OTTയിലോ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ വെച്ച് നിർത്തുക, മുന്നോട്ട് കാണരുത്. ഹെവി സ്പോയിലേഴ്സ് ഉണ്ട്. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. ഇതിൽ ആസിഫിൻ്റെ അജയൻ എന്ന കഥാപാത്രം കള്ളം പറയുന്നതാണോ, അല്ലെങ്കിൽ വിജയരാഘവൻ്റെ അപ്പുപിള്ള കണ്ടതെല്ലാം മറന്നു പോയതാണോ എന്ന രീതിയിലൊക്കെ ഓരോരുത്തർ ചോദിച്ചിരുന്നു. അങ്ങനെയൊന്നും വളരെ ഹിഡൻ ലെയറുകളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ സിനിമയിൽ പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് അവർ വെച്ചിരിക്കുന്നൊരു കഥ തന്നെ ആണ് ആ സിനിമയുടെ. അതിനപ്പുറത്തേക്കൊരു പിന്നാമ്പുറ കഥ മെനഞ്ഞ് അല്ലെങ്കിൽ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇവിടെ അപർണ മാലമുരളി അപർണ എന്ന പേരിൽ തന്നെ അവതരിപ്പിച്ച കഥാപാത്രമാണ് പ്രേക്ഷകൻ. അതായത് പ്രേക്ഷകൻ എന്തൊക്കെ ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലേക്ക് തോന്നുന്നു, അത്തരം ചിന്തകൾ തന്നെയാണ് അപർണയ്ക്കും തോന്നുന്നത്. അപ്പോൾ അപർണ എത്തുന്ന അതേ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നിട്ട് അവസാനം എത്തുമ്പോൾ അപർണയ്ക്ക് തോന്നുന്ന ഒരു തോന്നൽ, ഇതൊന്നും പുറത്ത് പറയേണ്ടതില്ല, അതാണ് ബുദ്ധി എന്ന് തോന്നുന്ന ഒരു തോന്നലിലേക്കാണ് പ്രേക്ഷകനും എത്തുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിലൊരു കഥാപാത്രം നമ്മളിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ തെളിവായി വരുന്ന രഹസ്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പ്രേക്ഷകനും എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്. ചിലപ്പോൾ നമ്മൾ അപർണ എന്ന കഥാപാത്രം ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ കാട് കയറി ചിന്തിച്ചേക്കാം. ചിലപ്പോൾ അവസാനം വരുമ്പോൾ അതായിരിക്കില്ല, നമ്മൾ ചിന്തിച്ചതുമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാട് കയറി ചിന്തിച്ചവർക്ക് ഇത്തരമൊരു ഉത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ സിനിമ പറയുന്ന ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റിലേക്കൊക്കെ ഒരു പൊരുത്തപ്പെട്ടു പോകാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അതിലപ്പുറത്തേക്ക് മറ്റൊരു കഥകളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നു. അത്ര വലിയ ഹിഡൻ ലെയറുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. 2020 കോവിഡ് ലോക്ക്ഡൗൺ ബേസ് ചെയ്ത് ഏപ്രിൽ 2021 ബിജു മേനോൻ, പാർവതി, ഷറഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിച്ച ആർക്കറിയാം എന്ന സിനിമയുടെ പ്ലോട്ടും അന്വേഷണം, അതേപോലെ കരിക്ക് ടീമിൻ്റെ പൊരുൾ എന്ന വെബ് സീരീസും ഓർമ്മിപ്പിച്ചെങ്കിലും കിഷ്കിന്ധ അപർണയുടെ വ്യൂ പോയിൻറ്റിൽ പറഞ്ഞ രീതിയും കുറച്ചുകൂടെ എൻഗേജിങ്ങായി സ്പൂൺ ഫീഡ് ചെയ്യാതെ അവതരിപ്പിച്ചതും നന്നായി തോന്നി. പഴയ NN പിള്ളയുടെ 500 ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള വിജയരാഘവൻ്റെ പ്രകടനവും ആസിഫിൻ്റെ ഒതുക്കമുള്ള പ്രകടനവും അപർണയുടെ ക്യൂരിയസ് പെർഫോമൻസും കിഷ്കിന്ധയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. അപർണയ്ക്കൊപ്പം സഞ്ചരിച്ച് സത്യം അറിയുമ്പോൾ ഈ സത്യം ആരോടും പറയേണ്ടതില്ല എന്ന ബുദ്ധിയുള്ള 3 കുരങ്ങന്മാരുടെ ചിന്തയിലേക്കാണ് നമ്മളും എത്തുന്നത്. വേലുപ്പിള്ളയുടെ വേണ്ടാത്തത് കാണരുത്, അജയൻ്റെ വേണ്ടാത്തത് കേൾക്കരുത് എന്ന തത്വത്തിലേക്ക് അപർണയുടെയും അരുതാത്തത് പറയരുത് എന്ന ചിന്തയിലേക്ക് പ്രേക്ഷകനും എത്തിച്ചേരുന്നു. ആർക്കറിയാം, പൊരുൾ തുടങ്ങിയവ കണ്ടവർക്ക് ഇടവേളയോടെ വളരെ പ്രഡിക്റ്റബിളായി തോന്നുന്ന സ്റ്റോറി ലൈനിൻ്റെ തകിടം മറിയലാണ് കിഷ്കിന്ധയെ വേറിട്ടതാക്കുന്നത്. കിഷ്കിന്ധയുടെ നട്ടെല്ല് ബാഹുലിൻ്റെ തിരക്കഥയും സംഭാഷണവും തന്നെയാണ്. അതിനെ മികച്ച രീതിയിൽ സംവിധായകൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. തൻ്റെ ആർമി ജീവിതത്തിൽ അരുതാത്തത് പലതും കണ്ടെത്തുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന അപ്പുപിള്ളയെ അയാളുടെ മറവി പലർക്കും അനുഗ്രഹമായി മാറിയതായും സിനിമ കാണിക്കുന്നുണ്ട്. എന്തെല്ലാമോ രഹസ്യങ്ങൾ അപ്പുപിള്ളയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷേ അത് അപ്പുപിള്ളയുടെ മറവി കാരണം പുറത്തേക്ക് വരുന്നില്ല എന്ന ചില സീക്വൻസുകൾ, അത് നമുക്ക് നമ്മളുടെ ഒരു ക്രൈം അല്ലെങ്കിൽ കുറ്റവാളി ആരാണെന്നൊക്കെയുള്ള ചിന്തയിലേക്ക് കാട് കയറി ചിന്തിക്കാനുള്ള ചില കാര്യങ്ങളും കൂടെ സിനിമ തരുന്നുണ്ട്. അതാണ് ചിലപ്പോൾ പലരും പല രീതിയിൽ ചിന്തിക്കുന്നത്. തിരക്കുകൾക്കിടയിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ മറന്നുപോവുകയും അവർ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരായി മാറുകയും ചെയ്യുന്ന ഭാഗങ്ങളിലേക്കുള്ള എഴുത്തിൽ സിനിമയ്ക്ക് അധികം ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. ചച്ചുവിന് കുരങ്ങന്മാരോടുണ്ടാകുന്ന ദേഷ്യം നമ്മൾ ഊഹിച്ചെടുക്കേണ്ട രീതിയിലായി പോകുന്നതാണ് ഒരു മൈനസായി തോന്നിയത്. എങ്കിൽ അപ്പുപിള്ള എന്ന ബുദ്ധിയുള്ള കുരങ്ങൻ കൃത്യമായി തൻ്റെ കുടുംബത്തോട് കൺസേൺ ഉള്ള വ്യക്തിയാണ്. പുറമെ പരിക്കനെന്ന് തോന്നുമെങ്കിലും അയാൾക്കുള്ളിൽ വലിയൊരു കുടുംബസ്നേഹിയുണ്ട്. റിവോൾവർ മിസ്സായി അത് കുരങ്ങൻ്റെ കയ്യിൽ കിട്ടി എന്നൊരു കഥയിലൂടെ എല്ലാ സത്യങ്ങളും വഴിതിരിച്ചു വിടാമെന്ന വലിയൊരു ബുദ്ധിമാനായ കുരങ്ങനാണ് അദ്ദേഹം, അല്ലെങ്കിൽ കുടുംബസ്നേഹി. മറവിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി അയാൾ ചച്ചുവിന് എന്ത് സംഭവിച്ചു എന്നത് എവിടെയും എഴുതി വെക്കുന്നതുമില്ല. ആസിഫിൻ്റെ അജയൻ അത് കരുതലോടെ വീണ്ടും പിള്ളയുടെ പാത പിന്തുടരുന്ന മകനാകുന്നു. അയാൾ അപ്രിയ സത്യങ്ങൾ കേൾക്കുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നുമില്ല.
ആ കുടുംബത്തിലേക്ക് കയറി വന്ന അപർണയുടെ മനസ്സും ആ കൺസേൺ കാണിക്കുന്നു. അവരും ആരോടും ഒന്നും പറയുന്നുമില്ല. കണ്ണടച്ച് നിൽക്കുന്നത് അപ്പുപിള്ളയാണ്. കണ്ടാലും അയാൾ മറന്നുപോകും. സത്യങ്ങൾ അറിഞ്ഞിട്ടും അജയൻ കേൾക്കാതെ ജീവിക്കുന്നു. എല്ലാം അറിഞ്ഞ ശേഷം അപർണ മിണ്ടാതെ ജീവിക്കുന്നു. ഇതാണ് സിനിമ തീരുമ്പോഴുള്ള പ്രേക്ഷകൻ്റെ അവസ്ഥയും. ആ ബുദ്ധിയുള്ള കുരങ്ങന്മാരിൽ ഒരാളായി നമ്മളും ആ കിഷ്കിന്ധാകാന്ഡത്തിൽ ആ സത്യത്തെ കുഴിച്ചു മൂടുന്നു. നോളൻ സിനിമയുടെ പല ഇൻസ്പിറേഷനും പലയിടങ്ങളിലായി തോന്നിപ്പിച്ചു. അവസാനങ്ങളുടെ BGM എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പുപിള്ള തൻ്റെ ഓർമ്മകൾ കരിച്ചു കളയുന്ന സ്ഥലത്തായിരിക്കാം ചച്ചുവിൻ്റെ മൃതദേഹവും കരിച്ചു കളഞ്ഞത്. അതായിരിക്കാം അശോകൻ്റെ കഥാപാത്രം ഇത് നേരത്തെ ഇവിടെ എന്തൊക്കെയോ കരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇപ്പോൾ കത്തിച്ചൊരു കാര്യമല്ല, മുമ്പ് തൊട്ടേ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ പൊരുൾ. അപ്പോൾ സിനിമയുടെ ടോട്ടൽ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് ആശയമായ വൈസ് മങ്കീസ് തന്നെയാണ്. ബുദ്ധിയുള്ളവർ വേണ്ടാത്തത് കാണുകയോ പറയുകയോ കേൾക്കുകയോ ചെയ്യില്ല, അങ്ങനെ സമാധാനം നിലനിർത്തുന്നു എന്നുള്ള ആ ലൈൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തും ഒരു നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കൺസേൺ എന്നൊക്കെ പറയുന്നൊരു സംഗതിയുള്ള അങ്ങനത്തെ അതേ നമ്മളിതുവരെ കണ്ടു മറന്ന എല്ലാ ആർക്കറിയാമെന്ന് പറഞ്ഞ സിനിമകളിലും പൊരുളും ഒക്കെ കണ്ടു മറന്ന അതേ പ്ലോട്ടുകളാണെങ്കിലും ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ ഇത് മികച്ച ഒരു കൊമേഴ്സ്യൽ അനുഭവം കൂടി, അതൊരു സമാന്തര ചിത്രമായി പോകാതെ ഒരു കൊമേഴ്സ്യൽ ചിത്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ് കിഷ്കിന്ധാകാന്ഡം. അപ്പോൾ ആ വൈസ് മങ്കീസ് ഐഡിയോളജി തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രമേയം. വീണ്ടും കാണാം.